ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മോര് കാച്ചിയതാണ്. അതിനുവേണ്ടി 2-3 കപ്പ് മോരെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-8 ചുവന്നുള്ളി, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു 10 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് വേണ്ടി പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങ ഇതിലേക്ക് വേണ്ടി അരച്ചെടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് മൂത്ത് വരുമ്പോൾ ഈ ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളിയൊക്കെ ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്നത് വരെ വഴറ്റുക. അതായത് ഇതേപോലെ ചെറുതായിട്ട് ചുമന്നാൽ മതിയാകും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് അതും ഒന്ന് ഇളക്കുക. ഇനി ആ തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് അതിലിട്ട് വഴറ്റണം. ആ ജാറ് കഴുകിയിട്ട് ആ തേങ്ങയുടെ ആ വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം തീ ഓഫാക്കി ഒന്ന് മാറ്റി വെക്കണം. ചൂടാറാനാണ്. ചൂടോടുകൂടി അതിലേക്ക് മോരൊഴിക്കാൻ പാടില്ല, മോര് പിരിഞ്ഞു പോകും. ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കണം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 5 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചതാണ്. ഇനി അതിലേക്ക് മോരൊഴിച്ച് കൊടുക്കുക. മോരൊഴിക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. മോരിലേക്ക് വേണ്ടുന്ന ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു 5 മിനിറ്റ് ഇളക്കുമ്പോൾ നന്നായിട്ടൊന്ന് ആ മോര് ചൂടാകും. അധികം തിളയ്ക്കരുത്, പിരിഞ്ഞു പോകും. ഇത് നന്നായി ചൂടായി എന്ന് മനസ്സിലാകുന്നത് നല്ല മഞ്ഞ കളറായിട്ട് വരും. അപ്പോൾ മനസ്സിലാക്കാം നന്നായിട്ടത് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഏകദേശം മോരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.